വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ആദ്യം വളരെ വേഗത്തിൽ വെയിറ്റ് ലോസ് സംഭവിക്കുകയും പിന്നീട് അത് സ്ലോ ആവുകയും ചെയ്യുന്നത്. ഇതിനെ ശാസ്ത്രീയമായി വെയിറ്റ് ലോസ് പ്ലാറ്റു എന്നാണ് പറയുന്നത്. ഇതിന്റെ പിന്നില് പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ, ജലാംശം കുറയുന്നത്, അതായത് ഇനീഷ്യൽ വാട്ടർ ലോസ്. ശരീരം പെട്ടെന്ന് ഭക്ഷണ ക്രമീകരണം നടത്തുമ്പോൾ പേശികളിലും കരളിലും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസിന്റെ ഒരു രൂപം, ഇതാണ് ആദ്യം ഊർജത്തിനായി ഉപയോഗിക്കുന്നത്. ഗ്ലൈക്കോജനിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ആദ്യഘട്ടത്തിൽ കുറയുന്ന വെയിറ്റിന്റെ വലിയൊരു ഭാഗം ശരീരത്തിലെ വെള്ളമാണ്. ഇത് പെട്ടെന്ന് ഭാരം കുറയുന്നതായി തോന്നിക്കും. സെക്കൻഡ് വൺ, മെറ്റബോളിസം കുറയുന്നത്, മെറ്റബോളിക് അഡാപ്റ്റേഷൻ. നമ്മളുടെ ശരീരഭാരം കുറയുമ്പോൾ ശരീരം സർവൈവലിനായി കുറഞ്ഞ അളവിൽ മാത്രം കലോറി ചെലവാക്കാൻ ശ്രമിക്കും. ഭാരം കുറയുന്നതോടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ കലോറിയുടെ അളവ്, അതായത് ബേസൽ മെറ്റബോളിക് റേറ്റും കുറയുന്നു. ഇതിനെയാണ് അഡാപ്റ്റീവ് തെർമോജെനിസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ കഴിച്ചിരുന്ന അതേ അളവ് ഭക്ഷണം കഴിച്ചാലും പിന്നീട് ഭാരം കുറയാൻ കുറച്ച് പ്രയാസമായിരിക്കും. തേർഡ് വൺ, പേശികളുടെ അളവ് കുറയുന്നത്, മസിൽ ലോസ്. ഭാരം കുറയുന്ന പ്രക്രിയയിൽ കൊഴുപ്പിനൊപ്പം തന്നെ ചെറിയ അളവിൽ മസിൽ ലോസും സംഭവിക്കാറുണ്ട്. മസിൽസ് ആണ് ശരീരത്തിൽ കൂടുതൽ കലോറി കത്തിക്കാൻ സഹായിക്കുന്നത്. പേശികൾ കുറയുമ്പോൾ മെറ്റബോളിസം മന്ദഗതിയിലാവുകയും ഭാരം കുറയുന്നത് പതുക്കെ ആവുകയും ചെയ്യുന്നു. ഫോർത്ത് വൺ, ബോഡി സെറ്റ് പോയിന്റ് തിയറി. ഓരോ വ്യക്തിയുടെയും ശരീരത്തിന് ഒരു നിശ്ചിത ഭാരം നിലനിർത്താനുള്ള പ്രവണതയുണ്ട്. ഭാരം ഒരു പരിധിയിൽ കൂടുതൽ കുറയുമ്പോൾ ശരീരം വിശപ്പ് കൂട്ടുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ഭാരം കുറയുന്നത് തടയാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് മറികടക്കാൻ എന്ത് ചെയ്യാം? ഫസ്റ്റ് വൺ, ഒരേ വ്യായാമം തന്നെ തുടരാതെ അതിന്റെ തീവ്രത കൂട്ടുക, ഇന്റൻസിറ്റി. സെക്കൻഡ് വൺ, പ്രോട്ടീൻ അളവ് കൂട്ടുക. ഭക്ഷണത്തിൽ ധാരാളം പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നത് വിശപ്പ് കുറയ്ക്കാനും പേശികളെ സംരക്ഷിക്കാനും സഹായിക്കും. തേർഡ് വൺ, സ്ട്രെങ്ത് ട്രെയിനിങ് വഴി പേശികൾ വർദ്ധിപ്പിക്കുന്നത് മെറ്റബോളിസം ഉയർത്താൻ സഹായിക്കും. ഫോർത്ത് വൺ, ഡയറ്റിൽ വ്യത്യാസങ്ങൾ വരുത്തുക. ഭാരം കുറഞ്ഞതിനനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ ആവശ്യമായ കലോറിയുടെ അളവ് വീണ്ടും കണക്കാക്കി ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തുക. ഇത്തരത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ആ പ്ലേറ്റോ അവസ്ഥ മറികടന്ന് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.